നമസ്കാരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT ചെന്നൈയിലും കർണാടകത്തിലും കറങ്ങി തിരിച്ചെത്തുമ്പോൾ അയ്യന്റെ 400 ഗ്രാം സ്വർണമാണ് തിരിച്ചു കിട്ടിയത്. ഇനിയും അയ്യന്റെ പൊന്ന് എവിടെയെല്ലാം ഉണ്ട്. അത് കണ്ടെത്താൻ SITക്ക് ഇനി ആരെല്ലാമായും എവിടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. കൈവിട്ട കല്ലും വാവിട്ട വാക്കും എന്ന പോലെ PM ശ്രീയിലെ ഒപ്പും തിരിച്ചെടുക്കാനാകാത്ത സ്ഥിതിയിലാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും. പക്ഷേ അതിന് ഘടകകക്ഷിയായ CPIയെ അനുനയിപ്പിക്കണം. അമ്പിനും വില്ലിനും അടുക്കാൻ തയ്യാറാകാത്ത CPIക്ക് മുന്നിൽ ഇടതുമുന്നണിയിലും മന്ത്രിസഭയിലും എന്ത് അടവ് നയമാകും CPM സ്വീകരിക്കുക? സമഗ്രമായ വാർത്തകളുമായി ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. വലിയേട്ടൻ നയം വില പോകില്ലെന്ന് തന്നെ PM ശ്രീയിൽ CPIയെ അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെയും ഉൾപ്പെടുത്തും. ഉചിതമായ തീരുമാനമായില്ലെങ്കിൽ നിർവാഹക സമിതിയിൽ നിർണായക നടപടികളെന്ന് CPI. എക്സിക്യൂട്ടീവ് യോഗം നാളെ ആലപ്പുഴയിൽ. ഫണ്ട് ഉപേക്ഷിക്കാനാകില്ലെന്നും നിയമോപദേശം തേടിയെന്നും മന്ത്രി V ശിവൻകുട്ടി. പിണറായിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതാരെന്നും MA ബേബി വിധേയനെ പോലെയെന്നും VD സതീഷ്. അടിമാലിയിൽ ആരുടെ അനാസ്ഥ? മണ്ണിടിച്ചിലിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വിശദീകരണം. പ്രദേശത്തെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. മണ്ണിടിച്ചിലിൽ മരിച്ച കൂമ്പൻപാറ സ്വദേശി ബിജുവിന് നാടിന്റെ യാത്രാമൊഴി. ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യ ചികിത്സയിൽ തുടരുന്നു. തെളിവ് തേടി പോറ്റിപ്പോയ വഴിയെ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന് SIT. സുഹൃത്തായ രമേശ് റാവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. പോറ്റിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിച്ചു. പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയും ബോർഡുമെന്ന് പ്രതിപക്ഷം. നേരറിയണം ഈ കുടുംബത്തിന്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു കുടുംബം. നിയമ നടപടി. PP ദിവ്യയ്ക്കും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തനുമെതിരെ ഇരുവർക്കും നോട്ടീസ് അയച്ച് പത്തനംതിട്ട സബ് കോടതി. തീരുവാ തർക്കത്തിലും തോളോട് തോൾ. 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് തുടക്കം. വ്യാപാര രംഗത്ത് ആസിയാനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് ഓൺലൈനിലൂടെ. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്തിയെന്ന് ആവർത്തിച്ച് ട്രംപ്. 5 വർഷത്തിന് ശേഷം വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഇന്ത്യയും ചൈനയും. നടപടി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയെ തുടർന്ന്. വീറും വാശിയും കുറയാത്ത ആവേശം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടുന്ന വീടില്ലാത്ത 50 കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്വർണ്ണക്കപ്പിന് നാളെ നഗരത്തിൽ സ്വീകരണം. കപ്പ് വിജയികൾക്ക് സമ്മാനിക്കുന്നത് ഗവർണർ. മേളയിൽ തിരുവനന്തപുരം കിരീട നേട്ടത്തിനരികെ. തൃശൂർ 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തും. മേളയ്ക്ക് മറ്റന്നാൾ സമാപനം. പരിഭവത്തിനിടയിലും പരിഷ്കരണം. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഷെഡ്യൂൾ പുറത്തുവിടും. നാളെ വൈകിട്ട് 4:15 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യം പരിഗണിച്ചേക്കില്ല. ഹൈടെക് കള്ളൻ പിടിയിൽ. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്നും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ഒരാളെ പിടികൂടിയത് വിമാനത്തിൽ നിന്നും, മറ്റൊരാളെ പാരീസ് മേഖലയിൽ നിന്നും. മോഷ്ടിച്ചത് $102 മില്യൺ മൂല്യമുള്ള 8 വസ്തുക്കൾ. കവർച്ച നടത്തിയത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച്. നന്മയ്ക്കായി അമൃത. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ തുടർ പഠനത്തിനായി അമൃത വിശ്വവിദ്യാപീഠം. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായി അമൃത. യുനെസ്കോയുടെ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനുമായി അമൃത വിശ്വവിദ്യാപീഠം ധാരണാപത്രം ഒപ്പിട്ടു. സ്റ്റോറി ഓഫ് ദ ഡേ. എനിക്കും പറയാനുണ്ട് ഏറെ.
തലക്കെട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ PM ശ്രീയിൽ CPIയുടെ എതിർപ്പ് മറികടന്ന് കേരളം ഒപ്പിട്ടതോടെ രണ്ട് തട്ടിലാണ് CPMഉം CPIയും. ഭരണമുന്നണി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. എല്ലാം ഫണ്ടിനു വേണ്ടിയെന്ന വാദമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുകയാണ് CPI. അത് പരസ്യമായി വ്യക്തമാക്കിയതാണ് താനും. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ CPI മന്ത്രിമാരെ അംഗങ്ങളാക്കി സമിതിക്ക് രൂപം നൽകാമെന്ന് CPMഉം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പിന്മാറാമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. 3 ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ CPI എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. You see, our party is having meeting of the state executive tomorrow, and we will discuss. Comrade Prakash will be there in the meeting, and party will further discuss what should be done. Party will assess the developing situation in the state of Kerala. അതേസമയം CPI അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടരുകയാണ്. വിവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാമെന്നും സമിതിയിൽ CPI മന്ത്രിമാരെ ഉൾപ്പെടുത്താമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം വച്ചിരിക്കുന്നത്. അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്നും MOU ഒപ്പിടുന്നതിന് മുൻപ് നിയമോപദേശം തേടിയിരുന്നതായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതൊരു എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ എഗ്രിമെന്റിന് പിന്മാറാൻ പറ്റില്ലെന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള MOUവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് നിമിഷം വേണോ ഈ MOUവിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരു കക്ഷികളും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം രണ്ട് കക്ഷികൾക്കുമുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പിന്നെ ഇരു കക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശവും ഇത് പറയുന്നു. എന്നാൽ PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. MA ബേബി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിധേയനെ പോലെ നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു, 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു, ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നിലപാടിലേക്കാണോ അതോ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ എടുത്ത തീരുമാനത്തിൽ നിയമപരമായി നേരിടാനാണോ CPI തീരുമാനിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതുതന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ CPM-CPI സമവായം ഉണ്ടാകുമോ, ഫോർമുല ഫലിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം MA ബേബിയുടെയും D രാജയുടെയും ഒക്കെ കൂടിക്കാഴ്ചയൊക്കെ വിഫലമായിരുന്നു. മുഖ്യമന്ത്രി സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇനി നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗം, അതിൽ സമവായം ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്നതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ കാര്യത്തിലെ നയങ്ങളും നിയമങ്ങളും കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ മാത്രമല്ല സംസ്ഥാനങ്ങളുടെയും അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. പക്ഷേ സാങ്കേതികമായി NEP-യിൽ നിന്നുമൊക്കെ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ എന്നതാണ് ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉപരി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രതിഷേധവുമായി തെരുവിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ PM ശ്രീയിലെ ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി. PM ശ്രീയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരണം നടത്തിയിട്ടുണ്ടെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് പ്രതികരിച്ചത്. CPI സെക്രട്ടറിയുമായി സംസാരിച്ചു. കേരളത്തിലാണ് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതെന്നാണ് MA ബേബി പറഞ്ഞത്. എന്ത് സഹായവും അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് തന്നെ നൽകുമെന്നും MA ബേബി പറഞ്ഞു. എന്നാൽ നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗം അത് നിർണായകമാണ്. PM ശ്രീ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. വിഷയത്തിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മൗനം വേദനിപ്പിച്ചുവെന്ന് K പ്രകാശ് ബാബു പറഞ്ഞു വെക്കുന്നു. തമിഴ്നാട് സർക്കാർ പോയതുപോലെ എന്തുകൊണ്ട് നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ CPIയെ പരിഹസിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനാണ് CPI എതിർപ്പ് ഉയർത്തുന്നത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. പ്രതികരണങ്ങളിലേക്ക്.
ആയിക്കോട്ടെ, വളരെ നിസ്സഹായനാണ്. കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങിക്കാം. അല്ലേ ഈ നിൽപ്പേണ്ട അറിഞ്ഞൂടെ നിസ്സഹായനാണെന്ന് മനസ്സിലായില്ലേ? PM ശ്രീയെ കുറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് CPI ഓഫീസിൽ പോയി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ CPIയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേരളത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവർ അവിടെ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത്. കേരളത്തിലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതാണ് ഇന്നലെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. തിരുത്തണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് സുഹൃത്തെ. നിങ്ങളങ്ങ് തീരുമാനിക്കേണ്ട എന്താ വേണ്ടതെന്ന് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നലത്തെ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു നിലപാടാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയുന്നത്. CPIഎമ്മിന്റെ ദേശീയ നേതൃത്വവും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടെ വെച്ചുകൊണ്ടാണ് നാളെ എക്സിക്യൂട്ടീവ് കൂടുന്നത്. എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്ന് നോക്കി അതിന്മേൽ തീരുമാനമെടുക്കും. CPIയുടെ പൊസിഷൻ വിശദമാക്കി CPMന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ പരസ്യമായി പറയണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതിക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ലേ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിടത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി PM ശ്രീ ചർച്ച ചെയ്യാൻ CPM നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. രാവിലെ 10 മണിക്കാണ് സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രി ഒമാൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നാളെ സെക്രട്ടേറിയറ്റ് വിളിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരാനിരിക്കെയാണ് ഇത്തരത്തിൽ PM ശ്രീ ചർച്ച ചെയ്യാൻ CPM യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സമവായമാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അൺഫിലിറ്റ്. തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. മുഖ്യമന്ത്രി എത്തി. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. മുഖ്യമന്ത്രി ഒമാനിൽ നിന്ന് എത്തിയതിന് തൊട്ടു പിന്നാലെ എടുത്തൊരു നിർണായകമായ തീരുമാനം, സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ രാവിലെ 10 മണിക്ക് ചേരുന്നു. അതായത് CPIക്ക് അവസാന നിമിഷം വരെയും CPIക്ക് പ്രതീക്ഷയുണ്ട്. കാരണം തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകാതിരിക്കുന്ന വേളയിൽ നാളെ രാവിലെ 10 മണിക്ക് അതേ സമയത്ത് തന്നെയാണ് ഇവിടെ CPI സംസ്ഥാന സെക്രട്ടറി ചേരുന്നത്. അതേ സമയത്ത് CPIയുടെ ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുന്നു. ചേർന്ന് 12 മണിയാകുമ്പോൾ വാർത്താ സമ്മേളനം നടത്തി നയപരമായ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ CPI തീരുമാനിച്ചിരിക്കുന്നത്. 12 മണിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് വരെ CPIക്ക് പ്രതീക്ഷിക്കുകയാണ് ഇതിൽ CPM ഏതെങ്കിലും രീതിയിൽ ഒരു നീക്കം CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതായത് തങ്ങൾ മുന്നോട്ട് വെച്ച PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്മാറണം എന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നീക്കം CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വന്നതിന് തൊട്ട് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനായി CPM തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാന ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ, PMCയിൽ ചർച്ച. അതായത് PMCയിൽ CPI ഈ രീതിയിൽ പരസ്യമായി നിലപാടെടുക്കുകയും ചർച്ചകളൊന്നും തന്നെയും ഫലമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി CPM ഇതിനകത്ത് തീരുമാനമെടുത്തേ മതിയാകൂ എന്നൊരു ഘട്ടമെത്തി നിൽക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ നാളെ ആലപ്പുഴയിൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് CPI ഏതെങ്കിലും രീതിയിലൊരു കടുത്തൊരു നിലപാട് CPIയുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ അത് CPMന് ആഘാതം തന്നെയായിരിക്കും. ഇടതു മുന്നണിക്കൊക്കെ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും ഉണ്ടാവുക CPMന്. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ രീതിയിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വന്നു, തൊട്ട് പിന്നാലെ അടിയന്തരമായി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM ചേരുന്നു. അതിനുശേഷം ആ യോഗത്തിൽ ഏറ്റവും നിർണായകമായ യോഗമായിരിക്കും. ആ യോഗത്തിൽ CPIയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാകും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിയാൽ മാത്രമേ ആ സെക്രട്ടേറിയറ്റ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കാരണം കൂടിക്കാഴ്ചയ്ക്ക് പോലും സമവായത്തിലെത്താനോ CPI അനുനയിപ്പിക്കാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് CPI മുന്നോട്ട് വെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയമായി ഇവിടെ നടപ്പാക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ PMC MOU ഒപ്പിട്ടതിൽ നിന്ന് പിൻവാങ്ങണം. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പിട്ട സാഹചര്യത്തിൽ അന്ന് പിന്മാറാൻ സാധ്യമല്ല. പക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയുമ്പോഴും അത് CPIയെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ശ്രമകരമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു ദൗത്യമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നുള്ളത്. ഏത് വിധേന ഈ MOUയിൽ നിന്ന് പിന്മാറാതെ എങ്ങനെയാണ് CPIയെ അനുനയിപ്പിക്കുക അതേക്കുറിച്ചാണ് ഇപ്പോൾ CPM ചിന്തിക്കുന്നത്. പക്ഷെ അത് CPIക്ക് ബോധ്യപ്പാവുകയും വേണം. അവരെ കൃത്യമായി ധരിപ്പിച്ചാൽ മാത്രമേ ഈ ചർച്ച കൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നിർണായകമായ തീരുമാനമാകും നാളെ കൈകൊള്ളുക. നാളെ ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ് CPIയെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചും.
PM ശ്രീ ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് CPM-ഉം. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. രാവിലെ 10 മണിക്കാണ് സെക്രട്ടേറിയറ്റ്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ നൽകിയത്. അതീവ സങ്കടകരമായ ദുരന്തമാണ് ഇടുക്കിയിൽ നിന്നും ഉണ്ടായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇടുക്കി അടിമാലി കൂമ്പൻപാറ ലക്ഷം വീട് ഉന്നതിയിൽ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം മണ്ണിടിഞ്ഞു വീഴുകയും ഇതിനെ തുടർന്ന് തകർന്ന വീട്ടിൽ കുടുങ്ങിയ ദമ്പതികളെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ദുരന്തത്തിൽ ഭർത്താവ് ബിജുവിനെ രക്ഷിക്കാനായില്ല എന്നത് സങ്കടകരമാണ്. ബിജുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്കരിച്ചു. ബിജു സന്ധ്യ ദമ്പതികൾക്ക് ഒരു മകളാണുള്ളത്. അപ്രതീക്ഷിത ദുരന്തത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ. വലിയ ആഘാതമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുമുണ്ട്. അപ്രതീക്ഷിതമായി ബിജുവും സന്ധ്യയും രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് അപകടത്തിൽ പെട്ടുപോയത്. സ്ഥലത്തു നിന്നും 44 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുമെന്ന് ഇതിനോടകം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രിയിലാണ് അടിമാലി ലക്ഷം വീട് കോളനിയിൽ മണ്ണിടിച്ചിലിൽ ബിജു മരിച്ചത്. ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ കുമ്പൻപാറയിലെ കുടുംബ വീട്ടിൽ നടത്തി. അനിയൻ ശ്യാമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള NH85-ലും ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ചു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 4 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദുരന്തമുണ്ടായ പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി രംഗത്തെത്തി. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നാണ് വിശദീകരണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണെന്നും ദേശീയപാത അതോറിറ്റി വിശദീകരിക്കുന്നു. അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉത്തരവിട്ടു. അമൃത ന്യൂസ്, ഇടുക്കി. ഈ സൂചിപ്പിച്ച പോലെ തന്നെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് സ്ഥലത്ത് നടക്കുന്നതെന്ന ആരോപണം ഇതിനിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അടിമാലി മണ്ണിടിച്ചിലിൽ കൈകഴുകുകയാണ് ദേശീയപാത അതോറിറ്റിയും. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. ആർക്കാണ് പിഴച്ചത്, എവിടെയാണ് പാളിയത് എന്നാണ് ഉയരുന്ന ചോദ്യം. വിഷയത്തിൽ മന്ത്രി കെ രാജനും പ്രതികരണമായി രംഗത്തെത്തി. അടിമാലിയിലെ ദുരന്തം വേദനാജനകമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. മുൻകരുതൽ എടുത്തതുകൊണ്ട് ദുരന്തം ഒഴിവായി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജനങ്ങൾ നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകയാണെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അടിമാലിയിലുണ്ടായിട്ടുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ദുരന്തമാണ്. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സർക്കാർ എടുത്തതുകൊണ്ട്, അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട്, ജില്ലാ ഭരണകൂടം എടുത്തുകൊണ്ട് വലിയൊരു ദുരന്തം യഥാർത്ഥത്തിൽ ഒഴിവായതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിസ്സാരക്കാരനല്ല. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന് SITയുടെ നിർണായക കണ്ടെത്തൽ. സുഹൃത്തായ രമേശ് റാവുവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. 3 ദിവസത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോറ്റിയെ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്തുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കി. 3 ദിവസം കൊണ്ട് ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സ്വർണവും സുപ്രധാന തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പോറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളും SIT കണ്ടെടുത്തു. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം ചെന്നൈയിൽ 3 ഇടങ്ങളിൽ പോറ്റിയുമായി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സ്വർണം വേർപ്പെടുത്തിയതിന് പണിക്കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനായാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. പ്രത്യേക സംഘത്തിലെ ഒരു ടീം ബെല്ലാരിയിലെത്തി ഗോവർദ്ധനെ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു സംഘം ബംഗളൂരുവിലെ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലാതെ നടത്തിയ ബെല്ലാരിയിലെ തെളിവെടുപ്പിൽ പോറ്റിയുമായി ഗോവർദ്ധൻ നടത്തിയ പണമിടപാടുകളുടെ രേഖകളും കസ്റ്റഡിയിലെടുത്തു.
അതേസമയം പോറ്റിയുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോറ്റിയും അദ്ദേഹത്തിന്റെ സഹസ്പോൺസറായിരുന്ന രമേശ് റാവുവും ഗോവർദ്ധനും അനന്ത സുബ്രഹ്മണ്യവും ചേർന്ന കെട്ടിടങ്ങളും ഭൂമിയും അടക്കം വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും SIT ശേഖരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ ഭൂമിയിടപാടുകൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്നാണ് വിവരം. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തി. വൈകിട്ട് 4:30യോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സംഘം തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തിരികെ എത്തിയത്. അന്വേഷണത്തിനിടെ കസ്റ്റഡിയിലെടുത്ത സ്വർണവും മറ്റു തെളിവുകളും അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തത് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാർ എല്ലാം മൂടിവെക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും സംരക്ഷിച്ചില്ല എങ്കിൽ സർക്കാർ പ്രതിയാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസത്തിനും ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചേർന്നത് എന്നറിയണം. നിലവിലെ ദേവസ്വം ബോർഡിൽ വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷവും അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ശബരിമല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി നടപ്പാക്കേണ്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഏറ്റുമാനൂരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂരിൽ തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ശബരിമല തീർത്ഥാടന കാലത്ത് ദിവസേന ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഒരുക്കേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനായാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വകുപ്പുകളുടെ യോജിച്ചുള്ള പ്രവർത്തനം തീർത്ഥാടന കാലത്ത് അനിവാര്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റുമാനൂർ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ കൂടി നിയമിക്കുകയും കൗണ്ടർ വൈകിട്ടും തുറന്ന് പ്രവർത്തിക്കുകയും വേണം. തിരക്കനുസരിച്ച് ഏറ്റുമാനൂരിൽ നിന്ന് പമ്പയിലേക്ക് KSRTC കൂടുതൽ ബസ് സർവീസുകൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇവിടെ നമുക്ക് നിലവിലുള്ള ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ഡോക്ടർമാരെ അയക്കാറുണ്ടായിരുന്നു. ഇവിടെ നിലവിലുള്ള ആ സൗകര്യത്തിൽ നമുക്ക് നൈറ്റിൽ ഡോക്ടർമാരില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രിൻസിപ്പലോട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർമൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് തുടങ്ങണം. ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരു കുറവും വരുത്താതെ എല്ലാ സൗകര്യവും ഒരുക്കി മുന്നോട്ട് പോകാൻ എല്ലാവരും നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്തും ടൗണിലും കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. വടക്കേ ഗോപുരനടയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷം പരാതിരഹിതമായ തീർത്ഥാടനം സാധ്യമായത് വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണെന്നും ഇത്തവണയും അതിന് കഴിയണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. തീർത്ഥാടന കാലത്ത് ഏറ്റുമാനൂർ ഇടത്താവളത്തിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ വിശദീകരിച്ചു. പോലീസ്, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, റവന്യൂ വകുപ്പ് തുടങ്ങിയവയുടെ യൂണിറ്റുകൾ ക്ഷേത്ര പരിസരത്ത് സേവനം ലഭ്യമാക്കും. എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് പമ്പയിലേക്ക് KSRTC സർവീസ് ഉണ്ടാകും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, ADM S ശ്രീജിത്ത്, കോട്ടയം RDO ജിനു പുനൂസ്, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം CPMനെയും സർക്കാരിനെയും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ PP ദിവ്യയ്ക്കും പോലീസിനുമെതിരെ ഇപ്പോഴും പ്രതിഷേധം ആളുകയാണ്. ഇതിനിടെ കുടുംബം പത്തനംതിട്ട സബ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. PP ദിവ്യയും TV പ്രശാന്തനും 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സബ് കോടതിയിലാണ് കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണമുന്നയിച്ച TV പ്രശാന്തൻ എന്നിവരാണ് എതിർകക്ഷികൾ. നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്ന് തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു. മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇവർ 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം.
ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി PP ദിവ്യയ്ക്കും പ്രശാന്തിനും നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം 11-ന് പരിഗണിക്കും. അന്ന് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ ADM നവീൻ ബാബുവിന് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണമില്ലാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ അധിക്ഷേപ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് CPM നേതാവ് കൂടിയായ PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യ രാജിവെക്കുകയും ചെയ്തു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പ്രശാന്തൻ ആരോപിച്ചിരുന്നത്. എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കാണിച്ചിട്ടുണ്ട്. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ലെന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിൽ തുടക്കമായിരിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാണ് ഇന്ത്യയും ആസിയാനും പിന്തുടരുന്നതെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓൺലൈനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതും ആസിയാന്റേതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2026 സമുദ്ര സഹകരണ വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. US ചൈന വ്യാപാര യുദ്ധം പരിഹരിക്കുന്നതിനായി ദക്ഷിണ കൊറിയയിൽ വെച്ച് ഷീ ജിൻപിങ്ങുമായി ഉന്നതതല കൂടിക്കാഴ്ചയും നടക്കും. വ്യാപാര യുദ്ധം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇതിനിടെ ലോകം. വ്യാപാര രംഗത്ത് ആസിയാനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതും ആസിയാന്റേതുമാണെന്ന് പ്രഖ്യാപിച്ചു. ആഗോള അനിശ്ചിതത്വത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ആസിയാൻ പങ്കാളിത്തം ആഗോള സ്ഥിരതയുടെയും വികസനത്തിന്റെയും ഒരു നിർണായക അടിത്തറയായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. അമേരിക്കയുമായുള്ള തീരുവാതർക്കം തുടരുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. अपने आसियान मित्रों के साथ मजबूती से खड़ा रहा है. HADR, समुद्री सुरक्षा और ब्लू इकोनॉमी में हमारा सहयोग तेजी से बढ़ रहा है. इसको देखते हुए हम 2026 को आसियान इंडिया ईयर ऑफ मैरीटाइम कोऑपरेशन घोषित कर रहे हैं. ദുരന്ത നിവാരണം, ബ്ലൂ ഇക്കോണമി, സമുദ്ര സുരക്ഷ എന്നിവയിലെല്ലാം സഹകരണം അതിവേഗം വർദ്ധിക്കുകയാണെന്നും ദുരന്ത സമയങ്ങളിൽ ഇന്ത്യ എപ്പോഴും ആസിയാൻ പങ്കാളികൾക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, ടൂറിസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആരോഗ്യം, സൈബർ സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുമെന്നും മോദി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആസിയാൻ ഉച്ചകോടിക്കായി മലേഷ്യയിലുണ്ട്. ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഉച്ചകോടിക്കിടെ മലേഷ്യയുമായി അമേരിക്ക ഒരു ഉഭയകക്ഷി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും. ഏഷ്യയിലെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക ഉൾപ്പെടെയാണ് ട്രംപിന് മുന്നിലുള്ള ലക്ഷ്യം. 5 ദിവസം നീണ്ടുനിൽക്കുന്ന പര്യടനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജാപ്പനീസ് നേതാവ് സനാവോ തകായിച്ചി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായും ട്രംപ് വിവിധയിടങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്ന് മലേഷ്യയിലേക്കുള്ള യാത്രാമധ്യേ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സംസ്ഥാന സ്കൂൾ കായികമേള അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആതിഥേയ ജില്ലയായ തിരുവനന്തപുരം കുതിപ്പ് തുടരുകയാണ്. 5-ാം ദിനം അവസാനിക്കുമ്പോൾ 1610 പോയിന്റുമായാണ് ആതിഥേയരുടെ കുതിപ്പ്. 769 പോയിന്റുമായി തൃശൂർ 2-ാം സ്ഥാനത്തും 692 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമാണ്. ആരാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക എന്നുള്ള കാത്തിരിപ്പിലാണ് കായിക പ്രേമികൾ. ഒപ്പം നല്ല തീരുമാനമാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത് എന്നതാണ്. സ്കൂൾ ഗെയിംസിൽ സ്വർണം നേടുന്ന വീടില്ലാത്ത 50 കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. അതിനിടെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 5-ാം ദിനമായി ഇന്ന് അത്ലറ്റിക്സിൽ 1 മീറ്റർ റെക്കോർഡാണ് പിറന്നത്. ജൂനിയർ ബോയ്സിന്റെ 400 മീറ്റർ ഹർഡിൽസിൽ തിരുവനന്തപുരം GV രാജയിലെ ശ്രീഹരിയാണ് റെക്കോർഡ് നേടിയത്. ഗെയിംസ് ഇനങ്ങളിൽ തിരുവനന്തപുരം മുന്നിൽ നിൽക്കുമ്പോൾ അത്ലറ്റിക്സ് ഇനങ്ങളിൽ പാലക്കാട് ജില്ലയാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്.
162 പോയിന്റാണ് പാലക്കാട് ജില്ലയ്ക്കുള്ളത്. മലപ്പുറം ജില്ല 155 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. അതേസമയം കായികമേള പരാതിരഹിതമായി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഗൗരവമേറിയ ഒരു പരാതിയും വന്നിട്ടില്ല. വളരെ അത്യപൂർവമായിട്ടുള്ള ചില പരാതികൾ വന്നിട്ടുള്ളതല്ലാതെ ഭക്ഷണത്തിനെ പറ്റിയായിരുന്നാലും, അക്കോമഡേഷനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും, റിസപ്ഷനെ സംബന്ധിച്ചായിരുന്നാലും, മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും അങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു പരാതിയും വന്നിട്ടില്ല. മേളയിൽ സ്വർണവും റെക്കോർഡും നേടിയ ഭവനരഹിതരായ 50ഓളം കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് 3 മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന മേളയിൽ കിരീടമണിയുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള 4.37 കിലോയോളം ഭാരമുള്ള സ്വർണ്ണക്കപ്പ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമ്മാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ രാജ്യവ്യാപക SIRന്റെ ഷെഡ്യൂൾ നാളെ പുറത്തുവിടും. വൈകിട്ട് 4:15 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതേസമയം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് SIR നീട്ടണമെന്ന ആവശ്യം കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം പരിഗണിച്ചേക്കില്ല എന്ന സൂചനയാണിപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്ത് SIR നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഷെഡ്യൂൾ പൂർത്തിയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ സമ്മേളനത്തിൽ ബീഹാർ മാതൃകയിൽ 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ തിരിച്ചറിയൽ രേഖ മാത്രമായാണ് പരിഗണിക്കുക. പൗരത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മറ്റ് 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ SIR നടപ്പാക്കുകയെന്നാണ് സൂചന. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം തുടങ്ങി 10 സംസ്ഥാനങ്ങൾ ആദ്യഘട്ട SIRൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കേരളം പോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തിയാകും ആദ്യഘട്ട SIRന്റെ തീയതി പ്രഖ്യാപിക്കുകയെന്ന് കമ്മീഷൻ സൂചന നൽകിയിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ SIR നീട്ടണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അടുത്ത മാസം ആദ്യം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. ഡിസംബർ 20 മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലാകും പ്രഖ്യാപനം. ബീഹാറിലെ SIRനെതിരായ കേസ് സുപ്രീംകോടതിയിൽ തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപക SIRനുള്ള നടപടി ആരംഭിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 10 മുതൽ 15 വരെ സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നത്. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ലോകം ഞെട്ടിയ ഒരു മോഷണക്കേസിലേക്കാണ് ഇനിയും. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്നും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ഒരാളെ പിടികൂടിയത് വിമാനത്തിൽ നിന്നും മറ്റൊരാളെ പാരീസ് മേഖലയിൽ നിന്നുമാണ് പിടിച്ചത്. മോഷ്ടിച്ചത് $102 മില്യൺ മൂല്യമുള്ള വസ്തുക്കളാണ് കളവുപോയത്. പാരീസ് ചാൾസ് ഡീഗലെ വിമാനത്താവളത്തിൽ വിദേശത്തേക്ക് വിമാനത്തിൽ കയറാൻ പോകുന്നതിനിടെയാണ് പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെയാളിനെ പാരീസ് മേഖലയിൽ വച്ചാണ് അറസ്റ്റ് ചെയ്തത്. 2 പേരും ഫ്രഞ്ച് പൗരന്മാരാണെന്നാണ് സൂചന. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമായ ലൂവറിൽ നിന്നുള്ള കിരീടാഭരണങ്ങളുടെ കൊള്ള കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടന്നത്. ഒക്ടോബർ 19 പ്രാദേശിക സമയം രാവിലെ 9:30-നും 9:40-നും ഇടയിൽ മ്യൂസിയം തുറന്നതിനു തൊട്ടു പിന്നാലെയായിരുന്നു കവർച്ച നടന്നത്. ലൂവറിക്കുള്ളിൽ 4 അംഗ സംഘം 4 മിനിറ്റിൽ താഴെ മാത്രമേ ചെലവഴിച്ചുള്ളൂവെന്നാണ് അധികൃതർ പറയുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് മുകളിലത്തെ നിലയിലെ ജനൽ തകർത്ത് മോഷ്ടാക്കൾ മ്യൂസിയത്തിലേക്ക് കയറിയാണ് $102 മില്യൺ വിലമതിക്കുന്ന 8 വിലയേറിയ വസ്തുക്കൾ മോഷ്ടിച്ചത്. നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യ യൂജിൻ ചക്രവർത്തിയുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ 19-ാം നൂറ്റാണ്ടിലെ രാജകുടുംബത്തിന്റെ രത്നകിരീടം, മാലകൾ, കമ്മലുകൾ എന്നിവയുൾപ്പെടെ 8 അമൂല്യ വസ്തുക്കളാണ് നഷ്ടമായത്. യൂജിൻ ചക്രവർത്തിയുടെ കിരീടം മ്യൂസിയത്തിന് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. CCTV നിരീക്ഷിച്ചാണ് പ്രതികളെ പിടികൂടിയത്. BRB എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പാരീസ് പോലീസ് വിഭാഗമാണ് അന്വേഷണം നടത്തിയത്. പകൽക്കൊള്ളയ്ക്ക് ശേഷം ബുധനാഴ്ച ലൂവ്രെ മ്യൂസിയം വീണ്ടും തുറന്നിരുന്നു. 3 ദിവസത്തെ ഫോറൻസിക് പരിശോധനകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ശേഷമാണ് മ്യൂസിയത്തിലേക്ക് വീണ്ടും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്. എന്നാൽ കവർച്ച നടന്ന അപ്പോളോ മുറി തുറന്നിരുന്നില്ല. മുൻപ് മൊണാലിസയുടേതുൾപ്പെടെ നിരവധി മോഷണങ്ങൾക്കും കവർച്ചാ ശ്രമങ്ങൾക്കും മ്യൂസിയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.